കേരളത്തിൽ ഇപ്പോൾ ഒരു നാടകത്തിൻ്റെ ചെറിയ ചെറിയ ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് വളരെ അശ്ലീലമായിട്ടുള്ള ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് പല കോൺഗ്രസ് അനുകൂല BJP അനുകൂല ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ തന്നെ. അപ്പോൾ അതിൽ നമുക്കറിയാം വിഷകല ടീച്ചർ എന്നറിയപ്പെടുന്ന ശശികല അവരുമൊക്കെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ്. അവരുമൊക്കെ തന്നെ അവർ പിന്നെ കുപ്രസിദ്ധയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നതിന്. അവരും ഇതിനെക്കുറിച്ച് ചില മോശപ്പെട്ട പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഏതാണ്ട് നമ്മുടെ സാംസ്കാരിക അമ്മാവന്മാരായിട്ടുള്ള കുറേ ആളുകളൊക്കെ തന്നെ ഇതിനെതിരെ വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണവുമായി വന്നേക്കാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം DYFIയുടെ ഒരു സംസ്ഥാന സമ്മേളനം ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി മിസ എന്ന് പറയുന്ന ഒരു നാടകം പ്രദർശിപ്പിക്കപ്പെട്ടു. അത് ചിലങ്ക തിയേറ്റേഴ്സ് അവതരിപ്പിച്ച നാടകമാണ്. അതിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ചിന്നൂസ് എന്നാണ്. ചിന്നൂസ് ചിലങ്ക എന്നാണ് അവരറിയപ്പെടുന്നത്. അപ്പോൾ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതൊന്നും കൊണ്ട് പേടിക്കാൻ പോകുന്നില്ല, ഞാൻ യഥാർത്ഥത്തിൽ സഫ്ദർ ഹാഷിമിയുടെയൊക്കെ പിന്തുണക്കാരിയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിതിൽ ഭയമൊന്നുമില്ല. കാരണം അവരെ കൂടി അപഹസിച്ചുകൊണ്ടും അതുപോലെ അപമാനിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് നിരവധി സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൊക്കെ തന്നെ ഇവരുടേതല്ലാത്ത സൗണ്ടുകളൊക്കെ ചേർത്തുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അത് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതൊരു കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ നാടകം എന്താണ് എന്നറിയാത്ത, ഈ നാടകം ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് എന്നൊന്നും അറിയാത്ത വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില ആളുകളാണ് ഇത് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ. ഈ മിസ എന്ന് പറയുന്ന പേര് തന്നെ ഇത് വെറുമൊരു പേരോ അല്ലെങ്കിൽ ആളുടെ പേരോ അല്ല. ഇത് മിസ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു നിയമമാണ് എന്നുള്ളത് നിങ്ങളറിയണം. മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1971 വന്ന് ഇത് പാസ്സാക്കിയിട്ടുള്ള നിയമം. ഇത് വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെട്ടത് 1975 മുതൽ 77 വരെയാണ്. 1975 മുതൽ 77 വരെ എന്തുകൊണ്ട് മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അന്നാണ് ഇന്ത്യയുടെ കറുത്ത നാളുകളുണ്ടായിരുന്നത്, അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം വീണ്ടും ലംഘിക്കപ്പെട്ട രാത്രികളും രാവുകളുമായിരുന്നു. ആ സ്വാതന്ത്ര്യം വീണ്ടും കിട്ടാൻ വേണ്ടി പോരാടിയിട്ടുള്ള ഒരു ധീര വനിത ഉണ്ടായിരുന്നു. അവരുടെ പേര് സ്നേഹലത റെഡ്ഡി എന്നാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മനോരമയിലാണോ മാതൃഭൂമിയിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, കാരണം സൺഡേ സപ്ലിമെൻറ്റിൽ ഈ സ്നേഹലത റെഡ്ഡിയെക്കുറിച്ച് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന അവർ 1932 ജനിച്ച് കേവലം 1977 മരിച്ചുപോയ 45 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ദൗർഭാഗ്യമുണ്ടായ ഒരു സ്ത്രീയാണ്. അവർ ഒരു എഴുത്തുകാരിയായിരുന്നു, ഒരു തിയേറ്റർ ഡയറക്ടറായിരുന്നു, പ്രൊഡ്യൂസറായിരുന്നു, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അങ്ങനെ നിരവധി ഈ മേഖലകളിൽ അവർ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചിരുന്നത് ഒരു കവിയും അതുപോലെ തന്നെ മാത്തമാറ്റീഷ്യനും കൂടാതെ ഡയറക്ടറുമൊക്കെ ആയിട്ടുള്ള പട്ടാഭി രാമറെഡ്ഡിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെ ഈ സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ തന്നെ വളരെ ആകൃഷ്ടരായി നേരത്തെ മുതൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയവരാണ്. കാരണം ഇവരുടെ മകളുടെ നന്ദന റെഡ്ഡിയുടെ ഒരു ആർട്ടിക്കിൾ ദ ഹിന്ദുവിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 2015 ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഈ സ്നേഹലത റെഡ്ഡിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാരണം അവർ ഇന്ത്യൻ വസ്ത്രങ്ങൾ മാത്രം അണിഞ്ഞിരുന്ന, വലിയ പൊട്ടുകൾ വെച്ചിരുന്ന, സ്വാതന്ത്ര്യ സമരത്തോടൊക്കെ വലിയ അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് നേരത്തെ പഠിക്കുമ്പോൾ തന്നെ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ്. ഈ ദമ്പതികളൊക്കെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് മനോഭാവമുള്ള ആളുകളായിരുന്നു. അവർക്ക് വലിയ തോതിൽ താല്പര്യമുണ്ടായിരുന്നത് രാം മനോഹർ ലോഹിയുടെയൊക്കെ ഐഡിയോളജികളോടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഈ പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെൻ്റൊക്കെ ഭാഗമായി നിന്ന് ഇവർ ചാന്ദിനി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുകയും അതിന് തന്നെ നാഷണൽ അവാർഡ് നേടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ തന്നെ പ്രതിഭ തെളിയിച്ച ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ 1977 വെച്ചിട്ട് ഇതേ അടിയന്തരാവസ്ഥ കാലത്ത് ഇതേ കരിനിയമം ഉപയോഗിച്ച് ഈ പറയുന്ന മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റീസ് ആക്ട് എന്ന് പറയുന്ന കരിനിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ കരിനിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്ര കാലം വേണമെങ്കിലും, മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ തന്നെ ആരെ വേണമെങ്കിലും ജയിലിനകത്ത് പാർപ്പിക്കാൻ കഴിയുന്നൊരു നിയമമായിരുന്നു. ഒരു തരത്തിലുള്ള ഫോർമലായിട്ടുള്ള ചാർജുകളൊന്നുമില്ലാതെ ഒരു കേസ് എടുക്കുക പോലും ചെയ്യാതെ ആളുകളെ വേണമെങ്കിൽ തുറുങ്കിലിനകത്ത് അടക്കാൻ കഴിയുന്ന ഒരു നിയമമായിരുന്നു.
കൂടാതെ 1975 മുതൽ 77 വരെ ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ എതിരാളികളോട് വളരെ ക്രൂരമായി ഇത് ഈ മിസ നിയമം എന്ത് ചെയ്തു, നടപ്പിലാക്കി എന്നുള്ളത് ചരിത്രമാണ്. അതിന് നമ്മൾ വേറെ എവിടെ പോകേണ്ട, ചരിത്രത്തിൽ തന്നെ തിരഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് തടവുകാരെ കിട്ടും അത്തരത്തിലുള്ളത്. നമുക്ക് ഈ സ്നേഹലത റെഡ്ഡിയിലേക്ക് തിരിച്ചു വന്നാൽ, സ്നേഹലത റെഡ്ഡിയെ അറസ്റ്റ് ചെയ്യുന്നത് 1975-ലാണ്. 1975 അറസ്റ്റ് ചെയ്യുമ്പോൾ അത് അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത്, യഥാർത്ഥത്തിൽ അവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്തിരുന്ന, അന്ന് ഒളിവിൽ പോയിട്ടുള്ള ജോർജ് മാത്യു ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആളാണ്. ഈ ജോർജ് ഫെർണാണ്ടസിനെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കുറേ പേർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അദ്ദേഹം പിന്നീട് എന്തായി എന്നുള്ളതൊക്കെ കൂടി നമ്മളൊന്ന് ആലോചിക്കണം. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പരിചയം മൂലമാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അദ്ദേഹം പിന്നീട് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ തന്നെ 1977 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള പരിചയത്തിൻ്റെ പുറത്താണ് ഈ സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ച ഒരു സ്ത്രീരത്നം യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നറിയണം. 1998 മുതൽ 2004 വരെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. 2001 വരെ, കാരണം 2001 ഇദ്ദേഹം രാജിവെക്കുന്നുണ്ട്. അന്ന് വരെ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസിനെ അറിയാമെന്നുള്ളതിൻ്റെ പേരിലാണ് അന്ന് ഇവർ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് അദ്ദേഹം മന്ത്രിയൊന്നും ആയിട്ടില്ല. അന്ന് അദ്ദേഹം റെയിൽവേയിലൊക്കെ വലിയ സമരം നടത്തിയിട്ടുള്ള വലിയ യൂണിയൻ്റെ സംഘാടകനും തൊഴിലാളി നേതാവുമായിരുന്നു, സോഷ്യലിസ്റ്റുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. അതിനുശേഷം യഥാർത്ഥത്തിൽ ഇവരെ റിലീസ് ചെയ്തത് 15 ജാനുവരി 1977-ലാണ് റിലീസ് ചെയ്തത്. അതിനു മുൻപ് ഇവർ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഫൈനൽ ചാർജുകൾ കൊടുത്തിട്ട് പോലും ഇവരുടെ പേരുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പേരുകൾ ഇല്ലാതിരുന്നിട്ട് പോലും ഇവരെ അവിടെ കസ്റ്റഡിയിൽ തന്നെ വെച്ചു. ഇവരെ എന്ത് ചെയ്തു, റിലീസ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായില്ല. ഇവരെ യഥാർത്ഥത്തിൽ ഒരു ഏകാംഗമായി ഈ പറഞ്ഞ പോലെ ഒറ്റക്ക് ആണ് ജയിലിൽ പാർപ്പിച്ചിരുന്നത് എന്നുള്ളത് മാത്രമല്ല, അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ഇവർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു ക്രോണിക് ആസ്മ പേഷ്യൻ്റ് ആയിട്ട് പോലും ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു ചികിത്സയും കിട്ടിയിട്ടില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ജാനുവരി 15, 1977-നാണ് ഇവരെ റിലീസ് ചെയ്യുന്നത്. ആ റിലീസ് ചെയ്യുമ്പോൾ ഇവർക്ക് കൃത്യമായ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ, വലിയ അസുഖങ്ങളുണ്ടായതിൻ്റെ പേരിൽ ഈ റിലീസ് ചെയ്യപ്പെട്ട് കേവലം 5 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സ്നേഹലത റെഡ്ഡിയുടെ കഥയാണ് ഈ പറയുന്ന മിസ എന്ന് പറയുന്ന നാടകത്തിലൂടെ പ്രിയപ്പെട്ട കലാകാരിയായിട്ടുള്ള ചിന്നൂസ് ചിലങ്ക അവതരിപ്പിച്ചത് എന്നുള്ളത് നിങ്ങളൊന്നും മറന്നു പോകരുത്. ഇതിന് ശേഷം ഇവർ തന്നെ എഴുതിയിട്ടുള്ള പ്രിസൺ ഡയറീസ് എന്ന് പറയുന്ന ഡയറികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ വന്നിരുന്നു. അതിനുശേഷം ഇത് ഡോക്യുമെൻ്ററി ആയിട്ടൊക്കെ തന്നെ ഹിസ്റ്റോറിയനായിട്ടുള്ള ഉമാ ചക്രവർത്തി എടുത്തിട്ടുണ്ട്. ഞാൻ അത്തരം ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. സ്നേഹലത റെഡ്ഡി അറിയാത്ത ഈ പറയുന്ന ഈ മിസ തടവുകാർ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകളെ കുറിച്ചൊന്നും അറിയാത്തവർ ഈ പറയുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഏതാണ്ട് 1 മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള ഈ പറയുന്ന പോലെ ഒരു അർദ്ധനഗ്നയായി നിൽക്കേണ്ടി വരുന്ന ദൃശ്യങ്ങൾ ഇക്കിളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഞരമ്പൻ സ്വഭാവം കൊണ്ടാണ് പ്രശ്നം തോന്നിയിട്ടുള്ളത്. ജന്തർ മന്ദറിൽ പെൺകുട്ടികൾ സമരം ചെയ്യാൻ വരുമ്പോൾ അവരുടെ ക്ലീവേജസ് കാണിക്കുന്നുവെന്നും, അവരൊക്കെ ഈ പറഞ്ഞ പോലെ സമരം ചെയ്യാൻ വരുമ്പോൾ അവിടെ കോണ്ടവും കൊണ്ടാണ് വരുന്നതെന്നും, അവിടെ ഈ പറഞ്ഞ പോലെ കൂട്ടബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്കൊന്നും പരാതി ഉണ്ടാവില്ല എന്നും പറയുന്ന ആളുകളുടെ അതേ വൈകൃത മനസ്സുകളുള്ള ആളുകളാണ് ഈ നാടകത്തിൻ്റെ ടോട്ടാലിറ്റിയെ കാണാതെ ഇത്തരത്തിലുള്ള ഞരമ്പൻ പ്രസ്താവനകളും ഞരമ്പൻ ചൂടൻ രംഗങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അവരാണ് ഈ പറയുന്ന ഇവരുടെ ഈ പറഞ്ഞ പോലെ ദൃശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ചില സൗണ്ടുകൾ എഡിറ്റ് ചെയ്ത് കേട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികൾ കാണിക്കുന്നത്. ഇതിനെതിരെ നിയമ നടപടിക്ക് പോകും എന്ന് DYFI പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ ആ നാടക പ്രവർത്തകരോടൊപ്പമാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, DYFI പറഞ്ഞേക്കുന്ന ഒരു കാര്യം 22-ാം തീയതി അത് വീണ്ടും പ്രദർശിപ്പിക്കുമെന്നാണ്. ഒരു നാടകത്തിൻ്റെ ടോട്ടാലിറ്റിയെ കാണാൻ കഴിയാത്ത, അതിൽ ആ സ്ത്രീ അനുഭവിക്കേണ്ടുന്ന യാതനകളെ കാണാൻ കഴിയാത്ത, നിങ്ങളുടെ കണ്ണുകളുടെ ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തവും ഞരമ്പത്തവും ബാധിച്ച നിങ്ങളുടെ കണ്ണുകളുടെ കുഴപ്പം മാത്രമാണ് ഈ നാടകത്തിനുള്ളത്. അതുകൊണ്ട് അത് വിവാദമാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ആരെയും തോൽപ്പിക്കാനാവില്ല. നാടകം വീണ്ടും കളിക്കും. ചിലപ്പോൾ നിരവധി സ്റ്റേജുകളിൽ അത് ഇനിയും കളിച്ചെന്നിരിക്കും. അതാണ് അതിൻ്റെ വിജയവും, അതാണ് ഇന്ത്യയുടെ സൗന്ദര്യവും.